ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഹയർച്ച് ഓൺലൈൻ ഷോപ്പിക്കെതിരെ പുതിയൊരു കേസ് FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ്. ഇദ്ദേഹം ഒരു നിർമ്മാതാവാണ്. ഇദ്ദേഹത്തിൻ്റെ പരാതി ആദ്യം നമുക്ക് വിശദമായിട്ട് വായിക്കാം. അതിനുശേഷം കേസിലെ വകുപ്പുകളും കേസിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഞാൻ എൻ്റെ സ്ഥാപനമായ മാജിക് ഡിസൈൻ സ്റ്റുഡിയോ എൻ്റർടൈൻമെൻറ്റ് എന്ന സ്ഥാപനത്തിൽ സുഹൃത്തുക്കളുമായി ചേർന്ന് 90 ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ച, ഞാൻ തന്നെ സംവിധാനം ചെയ്ത ജാൻവി എന്ന മലയാള സിനിമ കേരളത്തിലെ തിയേറ്ററുകളിലൂടെ റിലീസ് ചെയ്യുന്നതിന് തീരുമാനിച്ചിരുന്നു. ഇപ്രകാരമിരിക്കെ എതിർകക്ഷികൾ ടിയാൻ്റെ സ്ഥാപനത്തിന് വേണ്ടി എന്നെ സമീപിക്കുകയും എതിർകക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HROTT, എതിർകക്ഷികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതാപനും എതിർകക്ഷി സ്ഥാപനത്തിന് 10 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നും ആയതിനാൽ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നതിനേക്കാൾ ലാഭം ടിയാൻ്റെ സ്ഥാപനത്തിലെ HROTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്താൽ ലഭിക്കുമെന്നും പറഞ്ഞ് വളരെയധികം പ്രേരിപ്പിച്ച് മോഹബോധനപ്പെടുത്തിയതിനാൽ എതിർകക്ഷികളുടെ മോഹന വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച്, ബാക്കി എല്ലാവരെയും പോലെ തന്നെ വിശ്വസിച്ച് ഞാൻ അതിന് സമ്മതിക്കുകയായിരുന്നു. തുടർന്ന് എൻ്റെ സ്ഥാപനത്തിന് വേണ്ടി ഞാനും എതിർകക്ഷിയുടെ സ്ഥാപനത്തിന് വേണ്ടി രണ്ടാം എതിർകക്ഷിയും 12/9/2023 തീയതിയിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഈ ഉടമ്പടി പ്രകാരം എതിർകക്ഷി സ്ഥാപനത്തിൻ്റെ HROTT പ്ലാറ്റ്ഫോമിലൂടെ സബ്സ്ക്രൈബേഴ്സിന് 100 രൂപ നിരക്കിൽ ടിക്കറ്റ് നിരക്കിൽ കാണുമ്പോൾ ലഭിക്കുന്ന മൊത്തം വരുമാനത്തിൻ്റെ 50% എൻ്റെ സ്ഥാപനത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിലൂടെ എനിക്ക് നൽകാമെന്നും 50% എതിർകക്ഷി സ്ഥാപനത്തിൻ്റെ അവകാശപ്പെട്ടതാണെന്നും കൂടാതെ അപ്ലോഡിംഗ് ചെലവുകൾക്കും മറ്റുമായി 3 ലക്ഷം രൂപ എൻ്റെ വരുമാനത്തിൽ നിന്നും ആദ്യം തിരിച്ചു പിടിക്കുമെന്നും ഡിസ്ട്രിബ്യൂഷൻസിനും മറ്റും ഉള്ള ചെലവുകൾ എതിർകക്ഷി സ്ഥാപനത്തിൽ വഹിക്കുമെന്നും എല്ലാ മാസവും കൃത്യമായി സബ്സ്ക്രൈബേഴ്സ് വ്യൂവർഷിപ്പ് അക്കൗണ്ട് എന്ന എൻ്റെ സ്ഥാപനത്തിൽ നൽകാമെന്നും എല്ലാ മാസവും 10-ാം തീയതിക്ക് മുമ്പായി സബ്സ്ക്രൈബേഴ്സ് ടിക്കറ്റ് ഇനത്തിൽ കിട്ടുന്ന മൊത്ത വരുമാനത്തിൻ്റെ പകുതി എൻ്റെ സ്ഥാപനത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നൽകാമെന്നും മറ്റും ഉടമ്പടി നിശ്ചയങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. എന്നാൽ ഉടമ്പടി തീയതി മുതൽ നാളെ ഇതുവരെ എതിർകക്ഷികൾക്ക് മേപ്പടി വാഗ്ദാനങ്ങളും നിശ്ചയങ്ങളും പാലിച്ചിട്ടില്ലാത്തതും 1 രൂപ പോലും എൻ്റെ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു തന്നിട്ടില്ല എന്നും ഓരോ മാസവും എൻ്റെ സ്ഥാപനത്തിന് നൽകേണ്ട വ്യൂവേഴ്സ് സ്റ്റേറ്റ്മെൻറ്റുകൾ നൽകിയിട്ടില്ലാത്തതുമാണ്. മാത്രമല്ല സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സിൻ്റെ വിവരങ്ങൾ കാണുന്നതിനായി എനിക്ക് നൽകിയിരിക്കുന്ന യൂസർ IDയും പാസ്വേഡും ഉപയോഗിച്ച് ഞാൻ മാസത്തിൻ്റെ ഇടവേളകളിൽ പല ദിവസങ്ങളിൽ വെബ്സൈറ്റ് നോക്കുമ്പോൾ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് എണ്ണത്തേക്കാൾ വളരെ കുറവാണ് എന്നതാണ് മാസങ്ങളിൽ അവസാന ദിവസങ്ങളിൽ കാണുന്നത്. എന്നതിനാൽ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് അക്കൗണ്ട് എതിർകക്ഷി സ്ഥാപനത്തിൽ മാനിപ്പുലേറ്റ് ചെയ്ത് മാസാമാസം കുറഞ്ഞ എണ്ണം കാണിക്കുന്നതായും എനിക്ക് ബോധ്യപ്പെട്ടുള്ളതാണ്. 10 ലക്ഷം എന്ന് പറയുന്നത് വെറും കളവാണ്. അപ്പോൾ മാസാവസാനം ഇദ്ദേഹം കാണുമ്പോൾ കുറച്ച് മാത്രമേ കാണുന്നുള്ളൂ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ബോധം. അപ്പോൾ അത് തെറ്റാണ്. 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സൊന്നും ഈ കമ്പനിക്കില്ല. ഉള്ളതിൽ നിന്ന് ഒരു 1000-ഓ 500-ഓ ഒരു 100-ഓ ഒക്കെ ആൾക്കാരെ ഈ സിനിമ കാണാൻ നിൽക്കുമല്ലോ. അപ്പോൾ എന്താണ് എനിക്ക് ബോധ്യപ്പെട്ടുള്ളതാണ്, എതിർകക്ഷി സ്ഥാപനത്തിൻ്റെ HROTT പ്ലാറ്റ്ഫോമിൽ 10 ലക്ഷത്തോളം വ്യൂവേഴ്സ് ഇപ്പോഴും ഉണ്ടെന്നും മറ്റുള്ള വാഗ്ദാനങ്ങളും മറ്റ് കരാർ നിശ്ചയങ്ങളും എതിർകക്ഷി പാലിക്കില്ലെന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ എതിർകക്ഷികളുമായി ഇത്തരം ബിസിനസ്സിൽ ഒരിക്കലും ഏർപ്പെടുമായിരുന്നില്ല. എന്നാൽ പിന്നീട് എതിർകക്ഷികളുടെ കരുതിക്കൂട്ടിയുള്ള ചതിയും വഞ്ചനയും കുതികാൽ വെട്ടും പിന്നതാണ് തിരിച്ചറിഞ്ഞ് ഞെട്ടിപ്പോയ ഞാൻ എതിർകക്ഷികളെ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഇരുകക്ഷികളുടെയും ഫോൺ എടുക്കാൻ പോലും കൂട്ടാക്കാതെ ഇരുന്നിട്ടുള്ളതും, തുടർന്ന് എതിർകക്ഷികളുമായി ബന്ധപ്പെട്ട് മറ്റു ആളുകൾ വഴി പരിശ്രമിച്ചപ്പോൾ 2 എതിർകക്ഷി എന്നെ ഫോണിൽ ബന്ധപ്പെടുകയും തുടർന്ന് ടിയാരിയുടെ വീട്ടിൽ ചെന്ന് കണ്ടപ്പോൾ എത്രയും പെട്ടെന്ന് ചെറിയ തുക നൽകാമെന്നും
എഗ്രിമെൻ്റ് മാറ്റി പുതിയ എഗ്രിമെൻ്റ് നൽകണമെന്നും ആവശ്യപ്പെട്ടപ്പോൾ ഞാനത് നിരസിച്ചിട്ടുള്ളതും നിയമ നടപടികൾ സ്വീകരിക്കാൻ പോവുകയാണെന്ന് ടിയാരിയോട് പറഞ്ഞതിനെ തുടർന്ന് 30/12/2023 തീയതിയിൽ എൻ്റെ സിനിമ എതിർകക്ഷി സ്ഥാപനത്തിൻ്റെ HROTT പ്ലാറ്റ്ഫോമിൽ നിന്നും നീക്കം ചെയ്തതായി അറിയിച്ച് എൻ്റെ സ്ഥാപനത്തിന് കത്ത് നൽകിയെഴുതുകയും അന്ന് തന്നെ എതിർകക്ഷിയുമായി മേപ്പടി സിനിമ OTT പ്ലാറ്റ്ഫോമിൽ നിന്നും നീക്കം ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് അന്വേഷിച്ചതിൽ എതിർകക്ഷികൾ ഇതേ രീതിയിൽ ചതിയും വഞ്ചനയും പലരോടും ചെയ്തിട്ടുള്ളതായി മനസ്സിലാക്കി. ഇത് തന്നെയല്ലേ ഇവരുടെ പണി. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരോടും സിനിമ വാങ്ങിയിട്ട് പൈസ കൊടുത്തിട്ടില്ല, പിന്നെ അവരെയും പറ്റിച്ചിരുന്നു എന്നാണ് ഇദ്ദേഹം വെളിപ്പെടുത്തുന്നത്. അവരുടെ ഭയങ്കര പരാതിയാണ്. ഞാൻ എതിർകക്ഷികളുമായി കരാറിലേർപ്പെടുന്ന സമയത്ത് എന്നെ ചതിക്കണമെന്നും വഞ്ചിക്കപ്പെടണമെന്നുമുള്ള കരുതലോടും ഉദ്ദേശത്തോടും കൂടി എന്നെ ബോധനപ്പെടുത്തി എതിർകക്ഷിയുടെ സ്ഥാപനത്തിന് 10 ലക്ഷം വ്യൂവേഴ്സ് ഉണ്ടെന്നും അവരുടെ സ്ഥാപനം വഴി സിനിമ റിലീസ് ചെയ്യുന്ന വർഷം ഓരോ വ്യൂവേഴ്സിൽ നിന്നും ലഭിക്കുന്ന 100 രൂപയിൽ നിന്നും 50% സംഖ്യ എനിക്ക് നൽകാമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചതിനെ തുടർന്ന് ഞാൻ ഈ കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളത്. എന്നാൽ എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതിൻ്റെ വിരുദ്ധമായി എനിക്ക് യാതൊരു സംഖ്യയും നൽകാതെ ഒരു ഫ്രീ ആയിട്ടൊരു സിനിമ കിട്ടിയല്ലേ. ഇങ്ങനെ തന്നെയാണ് ഇവരുടെ പരിപാടി. എനിക്ക് പരാതിയുള്ളതുമാണ്. തുടർന്ന് മേൽപ്പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് ഞാൻ 6/1/2024 തീയതി ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ SHO മുമ്പാകെ ബന്ധപ്പെട്ട രേഖകൾ സഹിതം പരാതിക്കാരെങ്കിലും നാളെ തുടരുത്തി യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലാത്തതാണ്. ആയതുകൊണ്ട് പോകുന്ന സ്ഥലത്തിൽ അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം കോടതിയിലും SP-ക്കൊക്കെ പരാതി കൊടുക്കുകയായിരുന്നു. എന്തായാലും കോടതി ഈ വിഷയത്തിൽ ഇടപെടുകയും FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ FIR നമ്പർ 152/2024 നമ്പർ ഇട്ടിട്ട് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, FIR ഇട്ടിട്ടുണ്ട്. IPC 1860 417, 420, 34 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് രാജേന്ദ്രൻ എന്നാണ്. അദ്ദേഹം ഒരു സിനിമ സംവിധായകനാണ്, നിർമ്മാതാവാണ്. അപ്പോൾ ഇതിൽ എതിർകക്ഷികളായിട്ട് 3 പേരാണുള്ളത്. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്, പ്രതാപൻ KD, ശ്രീന KS. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കംപ്ലയിൻറ്റ് നമ്മൾ ആൾറെഡി വായിച്ചതാണ്. HROTTയിൽ 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ പേപ്പർ വ്യൂ ഓരോ വ്യൂവിനും 100 രൂപയാണ് നമുക്ക് കിട്ടുന്നതെന്നും അതിൽ നിന്ന് 50% 50 രൂപ വച്ച് നിങ്ങൾക്ക് തരാമെന്നും പറഞ്ഞാണ് ആൾക്കാരിൽ നിന്ന് സിനിമ വാങ്ങിയത്. എന്നിട്ട് 5 പൈസ കൊടുത്തിട്ടില്ല എന്നാണ്. അതെങ്ങനെയാണ്? അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ FD ഇടുകയല്ലേ. അപ്പോൾ SI ശ്രീലാൽ S ആണ് എടുത്തിരിക്കുന്നത്. അദ്ദേഹം അന്വേഷിച്ച് സെൽഫ് ഇൻവെസ്റ്റിഗേഷൻ സ്വന്തമായിട്ട് അന്വേഷിച്ച് കണ്ടെത്തിയ ബോധ്യത്തിൻ്റെ പുറത്താണ് ഈ ഒരു FIR ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കേസുകൾ സ്വന്തം പൈസ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയൊക്കെ നഷ്ടപ്പെടുമ്പോൾ ആൾക്കാർ കേസിന് പോകുന്നുണ്ട്. കള്ളപ്പണമൊക്കെ ഇതിലിട്ടിട്ട് അതിനെ വൈറ്റ് മണിയാക്കാമെന്നും പെരുപ്പിക്കാമെന്നും വിചാരിച്ചവരാണ് കേസിനൊന്നും പോകാത്തത്. എന്തായാലും കമ്പനിയുടെ മുതലാളിമാർ ശ്രീന KSഉം പിന്നെ പ്രതാപൻ KDയും ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. തിങ്കളാഴ്ച വരെ ഇവർ ഒളിവിൽ കഴിയുമെന്നാണ് അറിയുന്നത്. തിങ്കളാഴ്ച കോടതിയുടെ രൂക്ഷമായ വിമർശനത്തിൻ്റെ പുറത്ത് ഇവർ ഹാജരാവും കോടതിയിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പോലീസിന് മുമ്പിൽ ഹാജരാവും എന്നാണ് അറിയുന്നത്. അപ്പോൾ ആർക്കെങ്കിലും അധ്വാനിച്ചുണ്ടാക്കിയ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുക. അതുപോലെ തന്നെ പോലീസ് വച്ച് താമസിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇദ്ദേഹം ചെയ്തതുപോലെ കോടതിയിൽ കേസ് നൽകാവുന്നതാണ്. കോടതിയുടെ നിർദ്ദേശം പോലീസിന് കൊടുക്കും. ഇത് പരാതി സ്വീകരിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഇദ്ദേഹവും ഇട്ടിരിക്കുന്നത്.
ഇദ്ദേഹവും ചെയ്തത് അങ്ങനെയാണ്. ആദ്യം ഇദ്ദേഹം ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തപ്പോൾ അവരെടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കോടതി മുമ്പാകെ ഇദ്ദേഹം പരാതി ബോധിപ്പിക്കുകയും കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കേസെടുക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബൈ.